കേരളത്തിലും മതേതര കേരളമാണ്. അതിശക്തമായ അനുകൂലമായൊരു തരംഗം UDF-ന് ഉണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കണം. ദൗർഭാഗ്യവശാൽ കേരളത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. ഇവരുടെ പ്രസ്താവനകൾ ഏതോ ഒരു കേന്ദ്രത്തിൽ ഒരുമിച്ച് തയ്യാറാക്കിയതുപോലെയാണ്. ഒരേ ടോണിലാണ് രണ്ടുപേരും സംസാരിക്കുന്നത്. രണ്ടുപേരുടെയും ലക്ഷ്യം ശ്രീ രാഹുൽ ഗാന്ധിയാണ്. 2014 മുതൽ രാഹുൽ ഗാന്ധിയെ വ്യക്തിഹത്യ ചെയ്യാൻ BJP നടത്തുന്ന പദ്ധതികൾ ഇപ്പോൾ ശ്രീ പിണറായി വിജയനും CPM-ഉം കേരളത്തിൽ ഏറ്റുപിടിച്ചിരിക്കുകയാണ്. 2014 മുതൽ രാഹുൽ ഗാന്ധിക്കെതിരെ എന്താണ് നരേന്ദ്രമോദിയും BJP നേതാക്കളും പ്രചരിപ്പിച്ചത്? അതിപ്പോൾ 10 വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തിൽ CPM-ഉം പിണറായി വിജയനും ഇത് ആവർത്തിക്കുകയാണ്. ഒരേ സ്വരമാണ്, ഒരേ രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. പ്രധാനമന്ത്രി പറയുന്നു രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ മത്സരിക്കാതെ കേരളത്തിലേക്ക് ഒളിച്ചോടിയെന്ന്. പിണറായി വിജയനും അതേ വാചകം ഇന്ന് പറയാണ്. ഇന്നലെ രണ്ടുപേരും കൂടി തീരുമാനിച്ചതുപോലെയാണ്. ഇന്ന് വീണ്ടും പറയാണ് രാഹുൽ ഗാന്ധി. ഇന്നലെ പ്രധാനമന്ത്രി പറയുന്നു, ഇന്ന് മുഖ്യമന്ത്രി പറയുന്നു രാഹുൽ ഗാന്ധി ഒളിച്ചോടിയെന്ന്. ഈ പ്രധാനമന്ത്രി ഗുജറാത്തിലല്ലല്ലോ മത്സരിക്കുന്നത്, വാരണാസിയിലല്ലേ മത്സരിക്കുന്നത്. വാരണാസി വേറെ സ്റ്റേറ്റ് അല്ലേ, അല്ലേ? എന്നിട്ട് ആ പ്രധാനമന്ത്രി പറയാണ് രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുന്നില്ല എന്ന്. ഞങ്ങളിത് ആര് ഏത് സീറ്റിൽ മത്സരിക്കണം, എങ്ങനെ പ്രചരണം നടത്തണം എന്നത് അതാത് പാർട്ടികളല്ലേ തീരുമാനിക്കേണ്ടത്. ഞങ്ങളുടെ പ്രചരണം എന്തായിരിക്കണം, ഞങ്ങളുടെ സ്ഥാനാർത്ഥി ആരായിരിക്കണം, ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ എവിടെ മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ. ഞങ്ങളുടെ പ്രചരണം എങ്ങനെയാ, ഞങ്ങൾ പ്ലക്കാർഡ് പിടിക്കണം, കൊടി പിടിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളല്ലേ. അത് BJP-യുടെ ഓഫീസിലോ CPM-ന്റെ ഓഫീസിലോ തീരുമാനിക്കപ്പെടേണ്ട കാര്യമല്ല. ഇപ്പൊ കണ്ണൂര് മുഖ്യമന്ത്രി അടക്കമുള്ള CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മത്സരിക്കുന്നത് കണ്ണൂരാണ്. അവിടെയാണ് ബൂത്ത് പിടുത്തമുള്ളത്, അക്രമങ്ങളുള്ളത്, ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. നിങ്ങൾ അവിടെ മത്സരിക്കാതെ എറണാകുളത്ത് വന്ന് മത്സരിക്കാൻ ഞാൻ പറയോ? ഞങ്ങളങ്ങനെ പറയില്ല. അവർക്ക് ഇഷ്ടമുള്ളിടത്ത് മത്സരിക്കാം, അവരുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. എന്റെ ജില്ലയായ എറണാകുളത്ത് വന്ന് മത്സരിക്കാൻ ധൈര്യമുണ്ടെന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അതപ്പോ ഓരോരുത്തരും ഓരോ സ്ഥലത്തും മത്സരിക്കണമെന്നാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് BJP-യേക്കാൾ അലോസരപ്പെടുത്തുന്നത് CPM-നാണ് എന്ന് വളരെ വ്യക്തമാണ്.